ഇത് പത്തനംതിട്ടയിലെ എഴമറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വർഷത്തെ അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ ഇവിടെ 132 സീറ്റ് ബാക്കിയാണ്. നിലവിലുള്ള ബാച്ച് നിലനിർത്താൻ വേണ്ട കുട്ടികളെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലെങ്കിലും കിട്ടുമെന്നാണ് സ്കൂളിന്റെ പ്രതീക്ഷ. ഇത് ഈ വർഷത്തെ മാത്രം പ്രശ്നമല്ല. 3 സയൻസ് ബാച്ചും ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ചുമാണ് ഇവിടെയുള്ളത്. കുട്ടികളെ കിട്ടാത്തതിനാൽ കഴിഞ്ഞ വർഷം ഒരു ബാച്ച് ഈ സ്കൂളിന് നഷ്ടമായി. ഇടമുറി ഹയർ സെക്കൻഡറി സ്കൂളിൽ 79 സീറ്റാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത്. വായ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഇത്തവണ ബാച്ച് നഷ്ടമാകും. ജില്ലയിലെ പല എയ്ഡഡ് സ്കൂളുകളും കുട്ടികളില്ലാതെ സമാനമായ സ്ഥിതിവിശേഷമാണ് നേരിടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നത് പത്തനംതിട്ടയിലാണ്. ഇതിനിടയിലേക്കാണ് 17 പുതിയ സ്കൂളുകൾ കൂടി വരുന്നത്. ഇക്കൊല്ലം ജില്ലയിൽ ആകെ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇവിടെ ലഭ്യമായ ഉപരിപഠനാവസരം. പുതിയ സ്കൂളുകൾ കൂടി വരുന്നതോടെ ഇത് രൂക്ഷമാകുമെന്ന് UDF അനുകൂല അധ്യാപക സംഘടന തന്നെ പറയുന്നു. മലബാർ മേഖലയിൽ 10,000-കണക്കിന് കുട്ടികൾ സ്കൂളിന് പുറത്തു നിൽക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ കുട്ടികളില്ലാതെ ബാച്ച് ഉപേക്ഷിക്കേണ്ട അവസ്ഥയെന്നത് ശ്രദ്ധേയമാണ്. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.